പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. വൈ റിപ്പീറ്റേഴ്സ് റിപ്പീറ്റഡ്ലി ഫെയിൽ ഇൻ ദ സിവിൽ സർവീസ് എക്സാമിനേഷൻ. വാട്ട് ആർ ദ 10 തിങ്സ് യു ഹാവ് ടു ചേഞ്ച് സോ ദാറ്റ് യു ക്യാൻ ക്രാക്ക് ഇൻ UPSC CSE 2027. ശരിയല്ലേ? ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കുറെ വർഷങ്ങളായിട്ട് നമ്മൾ അറ്റംപ്റ്റ് കൊടുക്കുന്നുണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ വർഷവും കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ എവിടെയോ എന്തോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ വീണ്ടും എക്സാമിൽ ഫെയിൽ ആവുന്നു. അപ്പൊ എന്തൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ, അത് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ പേര് ജസ്റ്റിൻ ജോർജ്. ദിസ് ഇസ് ഗാലന്റ് IAS അക്കാദമി. ആൻഡ് ഓഫ് കോഴ്സ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, റിപ്പീറ്റേഴ്സിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമിന്റെ പ്രഷർ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആൾക്കാരാണ്. ഇതിൽ പ്രിലിംസ് എന്താണ്, മെയിൻസ് എന്താണ്, സബ്ജക്ട്സ് എന്താണ്, അല്ലെങ്കിൽ എന്താണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത് പഠിക്കേണ്ടാത്തത് എന്നതിനെ കുറിച്ച് ഏകദേശ ധാരണയുള്ളവരാണ് റിപ്പീറ്റേഴ്സ്. ഇതിന് എത്രത്തോളം സമയം കൊടുക്കണം, കൊടുക്കണ്ട, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ടത്, അതുപോലെ തന്നെ സിലബസിന്റെ ഒരു 50-60% എങ്കിലും ചെയ്തു കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങളുടെ ശക്തിയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. പക്ഷേ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ വർഷം കഴിയുമ്പോൾ പലതും മാറ്റുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ മാറ്റുന്നുണ്ട്, ക്ലാസ്സസ് മാറ്റുന്നുണ്ട്, മെറ്റീരിയൽ മാറ്റുന്നുണ്ട്, ഓപ്ഷണൽ മാറ്റുന്നുണ്ട്, ഇരിക്കുന്ന റീഡിംഗ് റൂം മാറുന്നുണ്ട്, എന്നിട്ടും എക്സാം പാസ്സാവുന്നില്ല. അപ്പോൾ ഇതൊന്നും മാറിയത് കൊണ്ട് നമ്മൾ എക്സാം പാസ്സാവില്ല. നേരെ മറിച്ച് നിങ്ങളുടെ മെത്തേഡ്സിൽ, പ്രിപ്പറേഷൻ മെത്തേഡ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മൾ മാറുകയുള്ളൂ. ചിലപ്പം ഇതെല്ലാം മാറുന്നുണ്ടെങ്കിൽ, ടെസ്റ്റുകൾ മാറ്റുന്നുണ്ട്, മെന്റേഴ്സിനെ മാറുന്നുണ്ട്, ക്ലാസ് റൂം മാറുന്നുണ്ട്, കോച്ചിങ് സെന്റർ മാറുന്നു, ഇതെല്ലാം മാറിയിട്ടും നമ്മൾ പാസ്സാവാത്തതിന്റെ ഒരു കാരണം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ പ്രിപ്പറേഷനിലെ ഫ്ലോസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ പരിഹരിച്ച് നമുക്ക് സ്വയം മാറാനോ, പ്രിപ്പറേഷനിൽ ഇംപ്രൂവൈസ് ചെയ്യാനോ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, എന്താണ് അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. മറ്റുള്ള വസ്തുവകകൾ മാറ്റിയത് കൊണ്ട് കാര്യമില്ല, റീഡിംഗ് റൂം മാറിയിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കോച്ചിങ് ക്ലാസ് മാറിയിരുന്നത് കൊണ്ടോ കാര്യമില്ല. അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ആസ് ആൻ ആസ്പിരന്റ് നിങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നിങ്ങൾ ഒബ്വിയസ്ലി പഠിക്കുന്നുണ്ട്, ആ പരിശ്രമത്തെ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷേ ഈ പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ക്രാക്ക് ചെയ്യാനാവുന്നില്ല. ഫൈനലി എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ആ പഠിച്ച സംഭവം തന്നെ ഫെഡറലിസം ആവാം, ഇൻഫ്ലേഷൻ ആവാം, അല്ലെങ്കിൽ നാഷണൽ ഇൻകം ആവാം, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ആവാം, അല്ലെങ്കിൽ ഹിസ്റ്ററി ആവാം. ഇതിൽ നിന്ന് പഠിച്ച സംഭവത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ടീക്ക് ചെയ്ത് ചോദിച്ചു കഴിയുമ്പോൾ അതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പൊ എവിടെയോ പാളുന്നുണ്ട്, എലിമിനേഷൻ പാളുന്നുണ്ട്, കോൺസെപ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നമുണ്ട്, ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്വസ്റ്റിനെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ ഡയമെൻഷൻസിലേക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിപ്പറേഷൻ മെത്തേഡ്സിലെ ഫ്ലോസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെല്ലാവരും മനസ്സിലാക്കുക. ഇനി മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു റിപ്പീറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിന്തിക്കുന്നത്, ഒരു വർഷം ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, ഈ വർഷം അതിൽ കൂടുതൽ പഠിക്കണം. ഓക്കെ, നിതിൻ സിൻഹാനിയെ വായിച്ചു, ഈ വർഷം ഞാൻ രമേഷ് സിംഗ് വായിക്കും, അല്ലെങ്കിൽ ഞാൻ ബിപൻ ചന്ദ്ര വായിച്ചു, ഈ വർഷം ഞാൻ ശേഖർ ബന്ദോപധ്യായ വായിക്കണം. വായിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഒന്ന് മനസ്സിലാക്കുക, ഒരുപാട് ബുക്സ് വായിച്ചവനെ അല്ല, അല്ലെങ്കിൽ വായിക്കുന്ന ആളെ അല്ല UPSC സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് ചിന്തിച്ച് അതിനെ വിശകലനം ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്ന, അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരാളെയാണ് UPSC സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ബുക്സ് വായിക്കുക എന്നതിനേക്കാൾ ഉപരി വായിച്ച കാര്യങ്ങളെ സമഗ്രമായിട്ട് പഠിച്ച്, അല്ലെങ്കിൽ അതിനെ ആഴത്തിൽ ചിന്തിച്ച് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നിങ്ങളുടെ ചിന്തയെ എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ വേണ്ടത്, ഓരോ വർഷം ചെല്ലുന്നതും കുറെ ബുക്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല, അല്ലെങ്കിൽ കുറെ മെറ്റീരിയൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, കുറെ നോട്ട്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അതിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ റീബിൽഡ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ തവണ റിവിഷൻ ചെയ്ത്, അതിനെ പഠിച്ച് കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ ഉപരി അതിനെ അപ്ലൈ ചെയ്യുന്ന ഒരു ലെവലിലേക്ക്, ചിന്തിച്ച് അതിനെ അപ്ലൈ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ബുക്സ് ആഡ് ചെയ്യുന്നതുകൊണ്ടോ, ഒരുപാട് നോട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ പുതിയ സോക്കോൾഡ് പ്രിപ്പറേഷന്റെ തലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ടോ കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ, സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ച കാര്യങ്ങളെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്സ് തന്നെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു. റിപ്പീറ്റേഴ്സ് സ്ഥിരം ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. എനിക്ക് പൊളിറ്റി ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പൊളിറ്റി തന്നെ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം ഓപ്പൺ ചെയ്യുന്നത് പൊളിറ്റിയാണ്. സാർ, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പൊളിറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഈ പൊളിറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ട് പോകുന്നത് മുഴുവൻ പൊളിറ്റിയിൽ തന്നെയാണ് ഫോക്കസ്. അന്നേരം നിങ്ങൾക്ക്
ടഫായിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. ചിലപ്പോൾ ഹിസ്റ്ററി നിങ്ങൾക്ക് ടഫായിരിക്കും, എക്കണോമി ടഫായിരിക്കും, സിസാറ്റ് ടഫായിരിക്കും. ഈ ഉള്ളിലുള്ള പേടി കാരണം ഓരോ വർഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ടഫായിട്ടുള്ള സബ്ജക്ട്സ്, ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് പിന്നത്തേക്ക് എന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിപ്പീറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ, ഒരു വർഷം പഠിച്ചു നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കിട്ടിയില്ല, അടുത്ത വർഷം നിങ്ങൾ നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടഫർ ഏരിയാസ് ഏതാണോ അത് ഏറ്റവും ആദ്യം അതിന് പ്രയോറിറ്റൈസ് ചെയ്യൂ, പ്രയോറിറ്റി കൊടുക്കും. ഇപ്പൊ ഹിസ്റ്ററി ടഫ് ആണെങ്കിൽ ഹിസ്റ്ററി നിങ്ങൾ ആദ്യം എടുത്ത് പഠിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറുക. ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യുക, ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്ത് ആ ഒരു സമയത്തിനുള്ളിൽ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറണം. ഇനി മെയിൻസിൽ ഓപ്ഷനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ ഓപ്ഷൻ അവസാനം ചെയ്യുക എന്ന് ചിന്തിക്കുന്ന മണ്ടത്തരമാണ്. ഇപ്പോഴേ ചെയ്ത് ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് അത് ഫിനിഷ് ചെയ്യണം. മെയിൻസിന്റെ പേപ്പേഴ്സ് ആണെങ്കിൽ അത് നേരത്തെ ഫിനിഷ് ചെയ്യണം. ഇഷ്ട സബ്ജക്റ്റ് മാത്രം മാറ്റിയും മറിച്ചും ഇങ്ങനെ കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയും ടഫായിട്ടുള്ള ഏരിയാസ് തൊടാണ്ടിരിക്കുകയും അവസാനത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് മാറ്റി പിടിക്കേണ്ട സമയമായി. ഇനി മറ്റൊരു കാര്യം മോക്ക് ടെസ്റ്റുകളുടെ കാര്യമാണ്. മോക്ക് ടെസ്റ്റുകൾ സത്യം പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ എടുക്കാറുണ്ട്, റിപ്പീറ്റേഴ്സും ഫ്രഷേഴ്സും ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചാൽ മോക്ക് ടെസ്റ്റുകൾ വെറുതെ എടുത്തു കൂട്ടുകയാണ്, നമ്പർ കൂട്ടുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ ടെസ്റ്റ് കാണുമ്പോൾ അതിന്റെ റിസൾട്ടിൽ നമ്മൾ ആനന്ദിച്ച് ഉല്ലസിക്കുന്നു, ഇനി മാർക്ക് കുറഞ്ഞാൽ വിഷമിച്ച് നമ്മൾ ഡൗൺ ആവുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓരോ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങളോട് റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അതിനെ കൃത്യമായിട്ട് കീറി മുറിച്ചൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റിക്കുന്നത്? നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദ്യം മനസ്സിലായില്ല, അല്ലെങ്കിൽ ഒരു ആവേശ തള്ളിച്ചതിന്റെ പുറത്ത് നിങ്ങൾ ആവേശത്തിൽ ആനന്ദിച്ച് പെട്ടെന്ന് പോയിട്ട് ഒരു ആൻസർ കുത്തിയതാണ്, അല്ലെങ്കിൽ ഒരു 50-50 ഡയലമ, രണ്ട് ചോയ്സസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള പിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കെയർലെസ്നെസ്സും ഉണ്ട്, നിങ്ങളുടെ സില്ലി എറേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക ലൈക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ടോപ്പിക് സബ്ജക്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതുകൊണ്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ തെറ്റിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് മോക്ക് ടെസ്റ്റുകൾ എടുത്തോളൂ, ഒരു തെറ്റുമില്ല. പക്ഷെ അതിനുശേഷം സ്വയം ഒന്ന് കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുക. എന്തുകൊണ്ട് നിങ്ങൾ തെറ്റിക്കുന്നു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് കണ്ടന്റ് അറിയാത്തതാണോ, അല്ല ആവേശം കൊണ്ട് തെറ്റിച്ചതാണോ, ഇനി എലിമിനേഷൻ വർക്ക്ഔട്ട് ആവാത്തതാണോ, അതോ ഇനി 50-50 എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതാണോ, അതോ ഫാക്ച്വൽ എറേഴ്സ് ആണോ, സില്ലി എറേഴ്സ് ആണോ? അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഓരോ ടെസ്റ്റും നിങ്ങൾ എഴുതി മുന്നേറാനായിട്ട്. ഈ പ്രോപ്പർ ആയിട്ടുള്ള സെൽഫ് അസസ്മെന്റ് ഇല്ലാണ്ട് പോകുന്ന കുറേ മോക്ക് ടെസ്റ്റുകൾ എടുത്തു കൂട്ടിയിട്ടും ഒരു കാര്യവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറ്റൊന്ന്, നിങ്ങൾ എപ്പോഴെന്ന് വെച്ചാൽ കുട്ടികൾ പ്രിലിംസിന് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു ശൈലിയുണ്ട്. പ്രിലിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, പ്രിലിംസ് ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പൊളിറ്റി, എൻവയോൺമെന്റൽ സയൻസ്, സിസാറ്റ്, കറണ്ട് അഫയേഴ്സ് എക്സെട്ര, അത് ഞാൻ ഭയങ്കര ഫാക്ച്വലി കുറെ ടെംപ്ലേറ്റ്സ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു പോകുന്നു. മെയിൻസ് തൊടുന്നില്ല. നിങ്ങൾ തൊടുന്നില്ല. മെയിൻസിനെ കുറിച്ച് നിങ്ങളുടെ ധാരണ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം കിട്ടുവാണെങ്കിൽ മെയിൻസ് പിടിക്കുക. ഒരിക്കലും പ്രിലിംസ് പാസ്സാവത്തില്ല. പ്രിലിംസ് മെയിൻസ് ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കാത്തടത്തോളം കാലം പ്രിലിംസ് പാസ്സാവത്തില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ഫോർ എക്സാമ്പിൾ പോവർട്ടി പഠിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കുറേ സ്കീംസും അല്ലെങ്കിൽ അതിന്റെ നിർവചനങ്ങളും പഠിച്ചു പോകും. പക്ഷെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ പഠിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു 360 ഡിഗ്രിയിൽ കുറച്ചുകൂടി ആഴത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഡൈവ് ചെയ്യുന്നു, ഡിഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നു. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അതിന്റെ ചലഞ്ചസ് അല്ലെങ്കിൽ അതിന്റെ വേ ഫോർവേഡ് സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്, കുറേ കാര്യങ്ങൾ അതിനോട് ചേർത്ത് വെച്ച് നിങ്ങൾ പഠിക്കുന്നു. അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എത്ര ടെസ്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് വന്നാലും, അല്ലെങ്കിൽ ഏത് സബ് ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും അയാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ഈ മേലത്തെ ലെയറിൽ മാത്രമുള്ള നിർവചനങ്ങളും അതിന്റെ എക്സാമ്പിൾസും സ്കീംസും മാത്രം പഠിച്ചു പോകുന്ന രീതിയാണെങ്കിൽ UPSCന്റെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയൊരു കാര്യം, ഞാൻ പറഞ്ഞതുപോലെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പ്രിലിംസ് പഠിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ, കാരണം അത് പറയുമ്പോൾ ഇപ്പൊ അതിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം എത്തിക്സ് യൂഷ്വലി മെയിൻസിന് മാത്രം ചോദിക്കുന്ന പേപ്പറാണ്. പക്ഷെ ഇപ്പൊ എത്തിക്സിലെ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡീസ് ഒക്കെ പ്രിലിംസിനും ചോദിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഇനിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് പ്രിലിംസിലോ മെയിൻസിലോ സംഭവിക്കുന്ന കുറെ ഫ്ലോസ് ഉണ്ട്, കുറെ തെറ്റുകളുണ്ട്. അതിന്റെ ഒരു വർക്ക് ബുക്ക് യു ഷുഡ് ഹാവ്, ഒരു നോട്ട് ബുക്ക് യു ഷുഡ് ഹാവ്. എന്ത് സോർട്ട് ഓഫ് മിസ്റ്റേക്സ് ആണ് നിങ്ങൾ വരുത്തുന്നത്, അത് ഓരോ സബ്ജക്ട് വൈസ് പഠിക്കുമ്പോൾ നിങ്ങളുടെ പാളിച്ചകൾ എന്തൊക്കെയാണ്, ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, എത്തിക്സ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അഗ്രികൾച്ചർ, എക്കണോമി, ഇന്റർനാഷണൽ റിലേഷൻ, സെക്യൂരിറ്റി, നിങ്ങളുടെ പാളിച്ചകൾ, നിങ്ങളുടെ വിഷമതകൾ, നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണ്, ആ സബ്ജക്ട്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ട് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യൂ. നിങ്ങളുടെ മെന്ററുമായിട്ട് സംസാരിക്കൂ, സൊല്യൂഷൻ കണ്ടെത്തൂ, എന്നിട്ട് ആ സബ്ജക്ട്സിനെ നിങ്ങൾ ടാക്കിൾ ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഒരു പിഴവ് പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, ദ ഫ്ലോസ് യു ഹാവ് വിത്ത് വേരിയസ് സബ്ജക്ട്സ്. അപ്പൊ അത് ഒരു എക്സ്പെർട്ട് മെന്റർ അല്ലെങ്കിൽ മെന്റേഴ്സുമായിട്ട് സംസാരിച്ച് അതിന് കൃത്യമായിട്ടുള്ള റെമഡീസ് കണ്ടെത്തി ആ സബ്ജക്റ്റിനെ മെരുക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ ഓപ്ഷണൽ. ഒരു കാരണവശാലും ഓപ്ഷണൽ പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട ഒരു സംഭവമല്ല. ശ്രദ്ധിക്കൂ, നിങ്ങൾ എസ്പെഷ്യലി ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന എക്കണോമി,
അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള കുറേ ഓപ്ഷണൽസ്, അല്ലെങ്കിൽ ഈവൻ സോഷ്യോളജി, അങ്ങനെയുള്ള കുറേ ഓപ്ഷണൽസ് ആണെങ്കിൽ അതൊക്കെ നമ്മുടെ GS നല്ലോണം ഓവർലാപ്പ് ചെയ്യുന്ന ഓപ്ഷണൽസ് ആണ്. അപ്പൊ പല ഹിസ്റ്ററി ക്വസ്റ്റ്യൻസും ഓപ്ഷണൽ സ്റ്റുഡൻസിന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റാൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഹിസ്റ്ററി കുറച്ചും കൂടി ഓപ്ഷന് വേണ്ടി ആഴത്തിൽ പഠിച്ചു എന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജോഗ്രഫി കുറച്ചും കൂടി ആഴത്തിൽ പഠിച്ചു എന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ എക്കണോമി കുറേ കൂടി ആഴത്തിൽ പഠിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ദർ ആർ ഗവർണൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പപ്പാട് പഠിച്ച ഒരു കുട്ടിക്ക് കുറെ കൂടി ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നിങ്ങളുടെ ഓപ്ഷണലിനെ ഒന്ന് മെരുക്കിയെടുക്കണം, അതും പ്രിലിംസിന് മുന്നോടിയായിട്ട് ഓപ്ഷനിൽ തീർക്കണം. അതും നമുക്ക് പ്രിലിംസിനും മെയിൻസിനും ഗുണം ചെയ്യും എന്നുള്ള റിയാലിറ്റിയും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയൊരു കാര്യം, ഈ ആത്മവിശ്വാസം ഇല്ലായ്മ വലിയൊരു പ്രശ്നമാണ്. പലപ്പോഴും പല കുട്ടികളും ചിന്തിക്കുന്നത് എൻ്റെ ഒരു വർഷം പാരന്റ്സ് ഫീസ് തന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തു, ഇതുണ്ടായി അതുണ്ടായി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊരു കൺസേൺ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് കൺസേൺസ് എപ്പോഴും ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷം നിർത്തിപ്പോയാൽ വീട്ടിലിരിക്കുമ്പോൾ റിഗ്രറ്റ് ഉണ്ടാവും, ഒരു വർഷം കൂടി ട്രൈ ചെയ്തായിരുന്ന കിട്ടിയെന്നെ എന്നൊരുണ്ടാവും. അപ്പൊ പാരന്റ്സിനോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ഒരു വർഷം കൂടി സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതും നമുക്കൊരു സബ്ജക്റ്റ് ആണ്. ഈ UPC ക്ലിയർ ചെയ്യാൻ വേണ്ടി മെരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടി പാരന്റ്സ് എന്ത് ചെയ്യും, വീട്ടുകാരെന്ത് ചെയ്യും, നാട്ടുകാരെന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, വൈഫ് എന്ത് ചെയ്യും, ഹസ്ബൻഡ് എന്ത് ചെയ്യും, ഇതും ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജന്മത്തിൽ നമുക്ക് ഒരു ഹൈറ്റ്സിലേക്ക് എത്താൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ഗോളിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള സോക്കോൾഡ് എന്താ പറയാ, ഈ കൺഫ്യൂഷൻസ്, ഈ ടെൻഷൻസിനൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചോളൂ. നിങ്ങളുടെ പാരന്റിനോട് സംസാരിക്കോ, ഹസ്ബൻഡ്, ബ്രദർ, അല്ലെങ്കിൽ വൈഫിനോട് സംസാരിക്കോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കോ. അവർക്കില്ലാത്തൊരു കൺസേൺ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഓക്കെ, വളരെ കൂളായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് നിങ്ങൾ കണ്ടന്റ് മേക്കിങ്ങോ അല്ലെങ്കിൽ ട്യൂഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഏണിങ്സ് എടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതൊന്നിനും തടസ്സമല്ല. നമുക്ക് ഡ്രീം ഉണ്ടെങ്കിൽ, ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കൂളായിട്ട് പറ്റും. അതിനുള്ള സാഹചര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, പാരന്റ്സ് ആണെങ്കിലും സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ട് ഓവറായിട്ട് ആത്മരോക്ഷം കൊള്ളണ്ട, ഓവറായിട്ട് ടെൻഷൻ അടിക്കണ്ട, അതിന്റെ പേരും പറഞ്ഞ് പ്രിപ്പറേഷൻ നിങ്ങൾ ബാക്ക് ഔട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പിന്നോട്ടേക്ക് ചവിട്ടി വെക്കണ്ട. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെന്താന്ന് വെച്ചാല് ഒരു 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 റെഗുലർ ആയിട്ടുള്ള എന്തെന്ന് അതിനെ പറയാ, ഒരു വീക്ക്ലി ബേസിസിലുള്ള ഒരു സെൽഫ് അസസ്മെന്റ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. പല റിപ്പീറ്റേഴ്സിനെയും കാണുന്ന വെച്ചാൽ അവരൊരു മാരത്തോൺ റേസിലാണ്, തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. സെൽഫ് അസസ്മെന്റ് ഒരിക്കലും നടത്തുന്നില്ല. നേരത്തെ പ്രിലിംസിന്റെ കാര്യം പറഞ്ഞ പോലെ എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങളൊരു സെൽഫ് അസസ്മെന്റ് നടത്തുക. ഒരാഴ്ചയിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്തതിൽ എത്രത്തോളം നിങ്ങൾ അച്ചീവ് ചെയ്തു, എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് അച്ചീവ് ചെയ്തു, ചെയ്തില്ല, എവിടേക്കാണ് ഇപ്പോഴും എന്താ പറയാ പമ്മിക്കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പെട്ടുകിടക്കുന്നത്, ട്രാപ്പായിട്ടുള്ള അവസ്ഥ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്യാണ്ടത്, അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി ഒരു സൺഡേ മാറ്റി വെക്കുക. നമ്മുടെ പ്രിപ്പറേഷനെ കുറിച്ചുള്ള ഒരു സെൽഫ് അസസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സൺഡേ അതിനുവേണ്ടി മാറ്റി വെക്കുക. ഒരു വിശ്രമം ഒരു ദിവസം നമ്മുടെ ബോഡിക്കും മനസ്സിനും കൊടുക്കുക. എന്നിട്ട് മൺഡേ വീണ്ടും റിഫ്രഷ്ഡ് ആയിട്ട് ബാക്ക് ടു ട്രാക്ക്. ഓക്കെ, അങ്ങനത്തെ ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാറ്റേൺ നിങ്ങളെ വളരെയധികം കൂൾ ഓഫ് ചെയ്യും, നിങ്ങളെ വളരെയധികം പുഷ് ചെയ്യും, നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറെ കൂടി പ്രൊഡക്റ്റീവ് ആക്കും എന്നുള്ളതാണ് റിയാലിറ്റി. പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് റെവലേഷൻ ആണ്. ഓരോ വർഷം ചെല്ലും തോറും ഇപ്പൊ മേ ബി ചിലർ ക്ലിയർ ചെയ്യുന്നത് 5ാമത്തെ അറ്റംപ്റ്റിലോ 6ാമത്തെ അറ്റംപ്റ്റിലോ അല്ലെങ്കിൽ അവസാനത്തെ അറ്റംപ്റ്റിലോ ഒക്കെ ആയിരിക്കും, പക്ഷെ ക്ലിയർ ചെയ്യാണ്ടിരിക്കുന്നില്ല കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ. അപ്പൊ തീർച്ചയായിട്ടും ഒരു വർഷം ഞാൻ ഇത്രയും ചെയ്ത് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് അടിക്കണ്ട. തീർച്ചയായിട്ടും ആ ഒരു വേദന നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ശരിയല്ലേ? ഒരു വർഷം നന്നായിട്ട് ചെയ്ത് എനിക്ക് കിട്ടിയില്ല, പക്ഷെ സ്വയം നമ്മൾ മനസ്സിലാക്കിയാണ് എനിക്ക് എവിടേക്കോ ഫ്ലോസ് ഉണ്ടായിരുന്നു, എവിടേക്കോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. അപ്പൊ അത് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്റെ പ്രോബ്ലംസ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് കൃത്യമായിട്ട് അതിന് റെമഡീസ് കണ്ടെത്തി, അതിന് സൊല്യൂഷൻസ് കണ്ടെത്തി, അതിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ റെഡിയാക്കി എടുത്ത് ഞാൻ എന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ നിങ്ങളുടെ വേദനകളൊക്കെ എന്തായിട്ട് മാറും? വിജയത്തിന്റെ നാഴികക്കല്ലുകളായിട്ട് മാറും, അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിട്ട് മാറും. അപ്പൊ വിഷമിച്ച് ഇരിക്കുന്നതിൽ ഞാൻ നല്ലോണം ശ്രമിച്ച് കിട്ടിയില്ലല്ലോ, വിഷമിച്ചിരിക്കുന്നതിലോ നിങ്ങൾ ട്രാക്ക് മാറ്റി ഓടുന്നതിലോ കാര്യമില്ല. ഓക്കെ, അങ്ങനെ പോയാൽ നമ്മൾ എവിടെ എത്തില്ല, ഒന്നിലും നമ്മൾ ഹാപ്പി ആവില്ല. ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു പരിശ്രമിക്കും. എനിക്ക് ട്രബിൾസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഏത് ഫീൽഡ്, ഇപ്പോൾ ഒരു ടീച്ചർ ആണെങ്കിലും ഇനീഷ്യലി കുറേ ട്രബിൾസ് ഉണ്ടാവും. എന്ന് വെച്ച് നിങ്ങൾ ടീച്ചിങ് ജോലി എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ പോയി ഇരിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഡ്രൈവിങ്ങിന് പോയി ചിലപ്പോൾ പാളിച്ചകൾ ഉണ്ടാവും എന്ന് വിചാരിച്ച് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ എന്താ പറയുക അവിടെ വെച്ച് പരിപാടി നിർത്തിപ്പോവല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇഷ്ടംപോലെ ഇടിയും തട്ടലും മുട്ടലും വെട്ടലൊക്കെ ഉണ്ടാവും. ദിസ് ഇസ് പാർട്ട് ഓഫ് ദ ലൈഫ്, പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷെ അതിനൊക്കെ അതിജീവിക്കുന്നവരാണ് ആ ഓരോ സെഗ്മെന്റിലും വിന്നർ ആവുന്നത്. അത്രേ ഉള്ളൂ ഇതിൽ നിങ്ങൾക്ക് പാളിച്ചകൾ ഉണ്ടായി. ഫസ്റ്റ് വന്നു, ഞാൻ വന്നു കണ്ടു കീഴടക്കി എന്ന് പറയാനായിട്ടുള്ള ഒരു സംഭവം അല്ല ഇത്. ഒബ്വിയസ്ലി ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു സർവീസാണ്. ഒരുപാട് പേര് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപക്ഷെ 50% സിലബസ് നോളജേ ഉണ്ടാവത്തുള്ളൂ. നോ പ്രോബ്ലം. അതാണ് ഞാൻ പറയുന്നത്, ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്.
പക്ഷെ നമ്മുടെ ഭാഗം നമ്മൾ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചില ടോപ്പറുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്ത ചിലരായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയും സാറേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിലബസ് മുഴുവനായിട്ട് ഇപ്പോഴും അറിയത്തില്ല, പല കാര്യങ്ങളും അറിയത്തില്ല. പക്ഷെ ഭാഗ്യത്തിന് ഞാൻ പഠിച്ച ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു, ആൻസർ ചെയ്തു, ഞാൻ കയറി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ചാൻസ് എടുക്കാൻ നിൽക്കണ്ട. നമുക്കൊരു വർഷം ഉണ്ടായിരുന്നു, ഇനി ഒരു വർഷം തീർച്ചയായിട്ടും നമ്മുടെ ഫ്ലോസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ ഒരു വർഷം എക്സ്ട്രാ കിട്ടി. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തോളൂ. ഓക്കെ, പഴയ വേദനകളൊക്കെ മറന്ന് ഓക്കെ, കുറെ കുറെ റെവലേഷൻസ് വെളിപാടുകളുണ്ടായി. അങ്ങനെയല്ല ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല അങ്ങനെയാണ്. കറക്റ്റ് ഒരു ട്രാക്ക് പിടിച്ചോളൂ, നന്നായിട്ട് ചെയ്തോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. ഓക്കെ. Gallant IAS, chasing your passion to ace.